നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുകയും. സ്തോത്രം. എബ്രായ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ പൗലോസാണെന്നാണ് ബഹുഭൂരിപക്ഷം ആളുകളുടെ ചിന്തയും പഠനവും. പൗലോസ് അല്ല എഴുതിയെന്ന് ചിന്തിക്കുന്നവരും പഠിക്കുന്നവരുണ്ട്. അപ്പല്ലോസ് എഴുതിയെന്ന് പഠിക്കുന്നവരുണ്ട്. അക്കുല്ലവും പ്രിസ്കില്ലയും കൂടെ എഴുതിയെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പല്ലോസ് എഴുതിയെന്ന് പഠിപ്പിക്കാൻ ഒരു കാരണം, അപ്പല്ലോസ് ഒരു യഹൂദനാണ്. 2, ന്യായപ്രമാണം നന്നായി പഠിച്ചയാളാണ് അപ്പല്ലോസ്. സ്തോത്രം. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് വാക് വൈഭവവും വാക്സാമർഥ്യമുള്ള ആളാണ് അപ്പല്ലോസ്. ഒരു വാക്യം തെളിവിനൊന്ന് വായിച്ചാട്ടെ. അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ലോർഡ് ജീസസ്. അലക്സന്ദ്രിയക്കാരനായി വാഗ്വൈഭവം തിരുവഴുത്തിൽ നല്ല സാമർഥ്യമുള്ള ആളാണ് അപ്പല്ലോസ്. ഒന്ന് വാഗ്വൈഭവം. എന്തുവാ വാഗ്വൈഭവം എന്ന് പറഞ്ഞാൽ? എന്തുവാ? നല്ല വാക്കുകൾ ഉപയോഗിക്കും. പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് വാക്കുകൾക്ക് പഞ്ഞമാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. പോകുവാൻ തക്കവണ്ണം ഇടയായി, വരുവാൻ തക്കവണ്ണം വാക്കുകൾ കിട്ടുന്നില്ല, കുറവാണ്. പിന്നെ ഒരുപാട് വാക്ക് കിട്ടിയില്ലെങ്കിൽ അന്യഭാഷ പറഞ്ഞോളെ. അപ്പല്ലോസിനെ സംബന്ധിച്ച് പ്രത്യേകത വാഗ്വൈഭവം. പിന്നെ തിരുവഴുത്തിൽ നല്ല സാമർഥ്യം, വചനം നല്ല തിട്ടമാണ്. രഹബോത്തിൽ ദൈവമക്കളോട് പറയാം, ഒന്നിലും നമ്മെ ചിലപ്പോൾ തോൽപ്പിച്ചെന്ന് വരാം, സാമ്പത്തികത്തിലോ മറ്റു കാര്യത്തിലോ ജോലിയിലോ വിദ്യാഭ്യാസത്തിലോ. പക്ഷേ വചനത്തിൽ നമ്മെ ആരും തോൽപ്പിക്കരുത്. തെസ്സലോനിക്കയിലുള്ളവരും ബെരോവയിലുള്ളവരെ സംബന്ധിച്ചൊരു പ്രത്യേകത ഉണ്ട്. ബെരോവയിലുള്ളവരുടെ പ്രത്യേകത തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാർ. എന്ത്? വചനം അങ്ങനെ തന്നെയോ എന്ന് സൂക്ഷ്മമായി പഠിച്ചു. സ്തോത്രം. വചനം നമ്മുടെ അകത്ത് കയറണം. പ്രതിസന്ധികൾ വരുമ്പോൾ ജയിക്കണമെങ്കിൽ വേറൊന്നും വേണ്ട, ദൈവത്തിന്റെ വചനം മതി. വചനം അകത്തുള്ളതിനെ തോൽപ്പിക്കാൻ ഒക്കത്തില്ല. ദൈവത്തിന്റെ വചനം നിന്റെ അകത്തുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികൾ നിനക്ക് ജയിക്കാൻ കഴിയും. പ്രൈസ് ദ ലോർഡ്. വചനം അകത്ത് കയറട്ടെ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായിട്ടുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെ വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ് ദൈവത്തിന്റെ വചനം. തേനിലും തെൻകട്ടയിലേക്കാൾ മധുരമേറുന്നത്. സ്തോത്രം. പാതയ്ക്ക് പ്രകാശമാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം ഹൃദയത്തിലുണ്ടോ, നിന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയത്തില്ല. തേനിലും മധുരം വേദമല്ലാതിന്നേതുണ്ടും ചൊൽത്തോഴാ. തേനിലും മധുരം വേദമല്ലാതിന്നേതുണ്ടും ചൊൽത്തോഴാ. നീ സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകൻ തോഴാ. വചനം കൊണ്ട് ധ്യാനിക്കുമ്പോൾ ഉള്ളം കത്തണം. എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. വചനം കത്തണം. വചനം അകത്ത് കയറുമ്പോൾ വ്യക്തിക്ക് കത്തലുണ്ടാകും. പ്രൈസ് ദ ലോർഡ്. എല്ലാ ഉണർവിന്റെയും പ്രധാന വചനമകത്ത് കത്തുമ്പോഴാണ്. സ്തോത്രം. ഒരുവനിൽ വചനം വ്യാപരിച്ചാൽ ഏത് രോഗബന്ധനങ്ങളും അടിയും. എന്റെ വചനം എന്റെ അടുക്കൽ വെറുതെ മടങ്ങി വരികയില്ല, അതിന്റെ പ്രവൃത്തി ചെയ്ത് മടങ്ങി വരും. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ആത്മാവ് പറയുന്നു, ചിലരുടെ ക്രിയ ചെയ്യുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. അൾട്രാ രശ്മിയേക്കാൾ സ്കാനിംഗ് മെഷീനിൽ വ്യാപരിക്കുന്ന ആ ശക്തിയേക്കാളൊക്കെ ഏറ്റവും വലിയ ശക്തിയാണ് വചനത്തിന്റെ വ്യാപാര ശക്തി. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. എല്ലാ ഭാഗങ്ങളും വിശദീകരിക്കുന്നില്ല. വാക്സാമർത്ഥ്യം വചനത്തിൽ നല്ല തിട്ടം. അതുകൊണ്ട് അപ്പല്ലോസ് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകളുടെ വിശ്വാസം പൗലോസ്. ഈ ലേഖനം എഴുതാനും പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഒന്ന്,
യഹൂദ മതത്തിൽ നിന്ന് ഒട്ടനവധി പേര് വിശ്വാസത്തിൽ വന്നു, വേർപെട്ട ഉപദേശത്തിലേക്ക് വന്നു. പക്ഷെ ഇതിൻ്റെ അകത്ത് വലിയ പ്രതിസന്ധി ഉണ്ടായി. എവിടെ? ക്രിസ്തീയ മാർഗത്തിൽ. ഒരു ചെറിയ ചരിത്രം പൗലോസ് എഴുതിയിട്ടുണ്ട് 11-ാം അധ്യായത്തിൻ്റെ 35 മുതൽ. ചെറിയൊരു ചരിത്രം, അന്നത്തെ പ്രതിസന്ധിയുടെ ഒരു ചെറിയ ചരിത്രം ഒന്ന് വായിക്കാമോ? 35 മുതൽ. എബ്രായലേഖനം 11-ന്റെ. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി, മറ്റു ചിലർ ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കണം എന്ന് വെച്ച ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റെന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? ശരിക്കും വിടുതൽ വേണ്ടെന്ന് വെച്ചെന്ന്. KJV ബൈബിൾ എഴുതിയിരിക്കുന്നത് ഡെലിവറൻസിനെ അക്സെപ്റ്റ് ചെയ്തില്ലെന്ന്. സ്തോത്രം. വിടുതൽ വേണ്ടെന്ന് വെച്ചെന്ന്. മരണം ഞങ്ങൾക്ക് മതി, മരിക്കുന്നതിന് ഞങ്ങൾക്ക് ഭയമില്ല. അതായിരുന്നു തീരുമാനം. സ്തോത്രം. ആ എബ്രായ ബാലന്മാർ പറഞ്ഞ പോലെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും രാജാവ് നിർത്തിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല എന്ന ദൃഢ തീരുമാനം ഉള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതായിരിക്കണം എന്റെ തീരുമാനം. പ്രതിസന്ധികൾ വരും, യോർദാൻ കലങ്ങി മറിഞ്ഞെന്ന് വരും. സ്തോത്രം. പിന്നെ പക്ഷെ ദൈവമക്കളോട് പറയാം, നിന്റെ അകത്തോട്ട് വചനം ഉണ്ടെങ്കിൽ ഇതൊരു പ്രതിസന്ധി അല്ല. മുൻപിൽ ചെങ്കടലാർ തിരച്ചാലെതിരായി, പിൻപിൽ വൻ വൈരി പിൻഗമിച്ചാൽ, ചെങ്കടലിൽ കൂടെ ചെങ്കൽപ്പാത അക്കരയെത്തിക്കും. ആ പതറുകയില്ല ഞാൻ, ആ പ്രതികൂലമാനവധി വീഴുകയില്ല ഞാൻ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തി. ധൈര്യമുള്ള ദൈവമക്കൾ, ദൈവകൃപ അനുഭവിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ചിലർ ഭേദ്യമേറ്റു, വിടുതൽ വേണ്ടെന്ന് വെച്ചത്. വിടുതൽ വേണ്ട. കർത്താവിനെ തള്ളിപ്പറഞ്ഞാൽ നിനക്ക് ജീവൻ, കൈസർ ദൈവം എന്ന് പറഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാം. അതായിരുന്നു നിബന്ധന. ചിലർ സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവിടെ ഉയർത്തെഴുന്നേൽപ്പ് തിരികെ കിട്ടി, മറ്റു ചിലർ ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കണമെന്ന് വെച്ച് ഉദ്ധാരണം കൈക്കൊള്ളാതെ വേറെ ചിലർ. വായിച്ചു. പരിഹാസമേറ്റു. അന്നത്തെ കാലത്ത് ദൈവമക്കൾ എന്തേറ്റു? പരിഹാസം. ഇപ്പോൾ നമ്മളേറ്റാലോ? ഇഷ്ടമല്ല, നമ്മളെ പരിഹസിക്കുന്ന ഇഷ്ടമല്ല. നമ്മളെ പരിഹസിച്ച് നമ്മൾ തിരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവമേ എന്നെ പരിഹസിച്ചവനോട് ഇട്ടപടനെ അടുത്ത ആണ്ട് തുടങ്ങുന്നതിന് മുമ്പ് അവനെ. അപ്പൊ അവനാണ് കൊടിമരത്തെ കയറി കുരുമുളക് പറിക്കാൻ കയറിയപ്പോൾ ഏണി ഒടിഞ്ഞു വീണു. ഉടനെ നമ്മളെന്താ പറയും? ഒന്നും തുടങ്ങിയില്ല. സ്തോത്രം. ഒന്നും പറയണ്ട, ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഇതൊക്കെ ഉണ്ടോ? ഇല്ല, ഉണ്ട്. ആരും നമ്മളെ പരിഹസിക്കരുതെന്നാണ് നമ്മുടെ വേണ ഒരു വാക്യം വെച്ചു. ഇത് മറിക്കരുത്. ഏതാ ഇപ്പം പറഞ്ഞ വാക്യം മറിക്കാതെ വേറൊരു വാക്യം എടുത്ത് യോഹന്നാൻ 15:18, 19, 20 3 വാക്യം വായിച്ചു. ജീസസ്. ലോകം നിങ്ങളെ പകയ്ക്കും.
എവിടെ നോക്ക്, ലോകം നിങ്ങളെ, ഉറപ്പാണോ? അല്ലേ? ലോകം നിങ്ങളെ പകയ്ക്കുന്നു കർത്താവ് പറഞ്ഞിരിക്കുന്നു. കർത്താവ് എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു. ലോകം എനിക്കൊരാശ്വാസമായി കാണുന്നില്ല എന്റെ പ്രാണനാഥ. മതി, എക്കോ അല്ലേ? എന്തിനു മിക്സറിന് എക്കോ? സ്തോത്രം, സ്തോത്രം. ലോകം നിങ്ങളെ പകയ്ക്കുമെന്ന്. നീ ദൈവപൈതലാകുമ്പോൾ, സ്നാനപ്പെടുമ്പോൾ, പെന്തിക്കോസി വരുമ്പോൾ ലോകം നിങ്ങളെ പകയ്ക്കുമെന്ന്. അപ്പൊ എന്ത് ചെയ്യണം? പെരേന്നിറങ്ങരുത്, ചർച്ചിൽ പോലും പോകരുത്, കൂട്ടായ്മയ്ക്ക് പോലും. പിന്നെന്ത് ചെയ്യണം? ഒരു മുറി കയറി അടച്ചു കിട്ടി അവിടെ ഇരുന്നോണം. ദൈവമേ, എന്നെ ലോകം പകയ്ക്കുന്നതുകൊണ്ട് ഞാൻ ഇനി യോഗത്തിന്, ഇങ്ങനാണ് ഞാൻ ഈ പരിപാടിക്ക്. എൻ്റെ കർത്താവ് മുൻകൂറായിട്ട് പറഞ്ഞെന്ന മാമേ, കേട്ടോ മാമേ, ലോകം പകയ്ക്കും. നീ ഈ സത്യം അറിയുമ്പോൾ നിന്നെ നാട്ടുകാരും വീട്ടുകാരും നിന്റെ ചാർച്ചക്കാരും വേണ്ടി വന്ന ഭർത്താവും വേണമെങ്കിൽ, കൊഞ്ചിക്കോച്ചുകാരൻ, ഒരു തുള്ളലുകാരി, നമ്മൾ ഒരുങ്ങി ഇറങ്ങും വെച്ച് നോക്കി, ഇന്ന് എവിടെയാ തുള്ളലെന്നൊക്കെ ഇല്ല ചോദിക്കും. എന്താ അനങ്ങുന്നില്ല ആരും? സ്തോത്രം. ഉപദേശിമാരെ പകയ്ക്കും, കളിയാക്കും. പണ്ടൊക്കെ ഉള്ളവരെ ചാണകവെള്ളം കലക്കി മതിലിന് മറിഞ്ഞ് നിന്നിട്ട് യോഗത്തിന് പോകുന്നവരുടെ ദേഹത്തേക്ക് ഒഴിക്കുവാൻ. ഒഴിച്ചപ്പോൾ അവർ മുഖത്തൊന്ന് തുടച്ചു മാറ്റിയിട്ട് കുളിച്ച് വൃത്തിയായിട്ട് വീണ്ടും യോഗത്തിന് പോയി. നമ്മളായിരുന്നെങ്കിൽ അതോടുകൂടി പരിപാടി ക്ലോസ്. പണ്ട് പാട്ടും പാടി പെന്തിക്കോസി ചേരണം കപ്പയും മീനും. ഇന്ന് കപ്പ വല്ലതും ആണോ? ഞായറാഴ്ച യോഗം കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ്, ഒരു കാളെ അറുത്ത് ആരുണ്ട് ഓന്ന് വെച്ച് ആട്ടിറച്ചി. ഞാൻ മെലിഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു അച്ഛനെ വിളിച്ചു. അപ്പം വെളി രാജ്യത്താ. ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാച്ചാ? സമയം കഴിഞ്ഞ് പോവാ മാസ്റ്ററെ. കഴിച്ചു വച്ചാ? കഴിച്ചില്ല, പൊതി തന്നു, വീട്ടിൽ പോയി. ഞാൻ ചോദിച്ചു എന്തോ? മട്ടൻ ബിരിയാണി. കപ്പ എന്ന് പറഞ്ഞ് കളിയാക്കി. ഞങ്ങൾക്ക് ഇപ്പം എന്തോ കഴിക്കുന്നത്? അതുകൊണ്ട് നമുക്കല്ല ഇപ്പൊ ദീനോ. അതുകൊണ്ട് ചിലരൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ ഇങ്ങനെ കുഴപ്പമില്ല. 1 മണിക്ക് നിർത്തിയില്ലെങ്കിൽ വിഷയം. കാരണം കുത്തണം. എന്തോ ഇൻസുലിൻ. 1 മണിയാകുമ്പോൾ കഴിക്കേണ്ട ഗുളിയുണ്ട്, 1:30 കഴിക്കേണ്ടതുണ്ട്. പകയിൽ നിന്ന് ഏറ്റവും ഇപ്പൊ സുഖ ജീവിതമല്ലേ? കളിയാക്കുമെന്ന് കേട്ടോ അച്ഛാ. നീ അതുകൊണ്ട് പുറകോട്ട് പോകരുത് കേട്ടോ. ഇതെടുത്തെങ്കിൽ ഇനി തൻ്റെ ഇടത്തോടെ തന്നെ നിൽക്കണം. തൻ്റെ ഇടത്തോടെ തന്നെ നിൽക്കണം. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും, ഒറ്റപ്പെടേണ്ടി വരും, പരിഹാസം സഹിക്കേണ്ടി വരും, നിന്ന സഹിക്കേണ്ടി വരും, അപമാനം സഹിക്കേണ്ടി വരും. പക്ഷെ ധൈര്യത്തോടെ നിൽക്കാൻ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഇവിടെ അല്ല മാമേ, പ്രതിഫലമുണ്ട്. ഇവിടെ നിനക്ക് കിട്ടുന്നത് തല്ല്, തടവ്, തുപ്പല്, പരിഹാസം, ചമ്മട്ടി, ചങ്ങല. അവിടെ കിട്ടാൻ പോകുന്നത് ജീവന്റെ കിരീടം. ഉറപ്പുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കേ. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടുത്തെ ഒക്കെ കഴിയും. ഇവിടെ ചിലപ്പം കഴുത്തറുത്തുനിന്ന് അങ്ങനെയാണ്. ഞാനില്ല. ഞാൻ വിചാരിച്ചത് സുഖമായിട്ടിങ്ങനെ
പണ്ട് ആശാരൂദേശ് പാടുമായിരുന്നു, നിങ്ങൾ പാടി കേട്ടിട്ടുണ്ടല്ലോ. സുഖമായി വാഴാമെന്ന് നിനച്ചിടേണ്ട, സുഖിക്കുവാനുള്ള സ്ഥലം ഇവിടെയല്ല. കേട്ടോ? കേട്ടില്ലേ? സ്തോത്രം. എന്നാ ഇവിടെ എല്ലാവരും കണ്ടിരിക്കുന്നത് എന്തോ? സുഖിക്കാനുള്ള. നിങ്ങൾക്ക് പ്രയാസമുണ്ടോ ഞാനിങ്ങനെ പറയുന്നതിന്? ഉണ്ടോ? എൻ്റെ ഭാഷ വിളിച്ച് പറയരുത്. ഇനിയും വെള്ളിയാഴ്ച വേണ്ട, ഇന്നത്തോടുകൂടി അങ്ങനെ വല്ലതും പറയുമോ? പറഞ്ഞാലും കുഴപ്പമില്ല. പകയ്ക്കുമെന്ന്, പരിഹസിക്കുമെന്ന്, കളിയാക്കുമെന്ന്. സ്തോത്രം. എത്രയോ പേര് നിന്ന സഹിച്ചവരുണ്ട്, എന്നിട്ട് ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാത്തവരുണ്ട്. പ്രമാണത്തിന് വേണ്ടി ഒറ്റയ്ക്ക് നിന്നു. ബൈബിളിൽ തന്നെ ഉണ്ടല്ലോ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ യഹോവ ദൈവത്തെ സേവിക്കാൻ, വേറെ ആരുമില്ല കർത്താവ്, എന്റെ കൂടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. തമ്പുരാൻ പറഞ്ഞു, ചുമ്മാ മണ്ടത്തരമൊന്നും പറയാതെ. നീ മാത്രമല്ല, നിന്നെ പോലെ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന, ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. കുവൈറ്റിലും ഉണ്ട് സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവമക്കൾ. കരമുയർത്തി ഹല്ലേലൂയ പറ. സ്തോത്രം, സ്തോത്രം. നീ എല്ലാം നേടാൻ പോവുക, ചിലരെ നേടാൻ വേണ്ടി. എല്ലാം നിന്നെ സഹിച്ചുകൊണ്ട് ഞാൻ ആരോടും ഒന്നും എന്ത് ചെയ്യുന്നില്ല. നിങ്ങൾ പെന്തിക്കോസ് പോകുന്നുണ്ട്? ഞാൻ പോകുന്നുണ്ട്. ഞാൻ ആ ഏരിയ കൂടി ഇങ്ങനെ അല്ല, കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീഡിയോ കണ്ടല്ലോ. അതല്ല, ഒരാളെ പോലെ 7 പേരുണ്ടെന്ന് തടി തപ്പുക, പള്ളിയിൽ നിന്ന് മുടക്കുന്നു, ചൗക്കോട്ട കിട്ടത്തില്ല. ചിലർ എന്നോട് പറഞ്ഞുണ്ട്, എനിക്ക് ഞങ്ങളുടെ അപ്പച്ചനെ അടക്കിയെടുത്ത് തന്നെ എന്തോ അവിടെ കിടക്കണം. എന്തിന്? അവിടെ കിടക്കും. എൻ്റെ ഭാഷ എനിക്ക്, ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങൾ പണിതിരിക്കുക. എത്ര ലക്ഷം രൂപ മുടക്കെന്നറിയാമോ ഒരു കുടുംബക്കല്ലറ പണിത്. എനിക്കും അവിടെ നമ്മുടെ അപ്പച്ചൻ്റെ അമ്മച്ചനെയും ഇടയ്ക്ക് കയറി എനിക്ക് ആയിക്കോട്ടെ, അവിടുന്ന് ഉയർക്കണം എന്നല്ലേ. ഇനിയിപ്പം ദൈവമക്കൾക്ക് അത് വലിയ വിഷയമാണ്. എവിടെ കൊണ്ട് അടക്കിയാൽ എന്തുവാ? ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണമിട്ടും സംഘത്തിൽ, ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണ ആ പൊൻകിരീടക്കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും നേരത്തിൽ, കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും, യേശുവേ മണാളനെ പ്രത്യാശ. ഇത് നീക്കിയത് കാര്യമായി. കുറച്ചുകൂടെ നീക്കാവും മോനെ. സ്തോത്രം. സത്യത്തിൽ എനിക്ക് ഇതൊന്നല്ല നമ്മുടെ വിഷയം. സ്തോത്രം. ചിലർക്കാണ് അത് കണ്ടില്ലെങ്കിൽ എന്നെ തന്നെ വെക്കണേ എന്ന് പറയുന്നവരുണ്ട്. വേറെ ആരെയും കാണിക്കരുത്, ഞാൻ കൈ ഉയർത്തുമ്പോൾ എൻ്റെ ആക്ഷൻ കാണിക്കണം എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. അത് വേറൊരു സംഭവം. എന്നാലും ഈ പാട്ട് നിങ്ങൾക്കറിയോ? അമ്മയ്ക്കറിയോ? എന്നിട്ട് എല്ലാവരും പാടുന്നില്ലല്ലോ. ചിലർ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. എല്ലാവരും പാടിക്കോളും. കാണും, ഇത് ഭയങ്കര പാട്ട്. ഇവിടം കൊണ്ട് തീരുന്നതല്ലല്ലോ നമ്മുടെ ജീവിതം. ഇവിടം കൊണ്ട് തീരുകയാണെങ്കിൽ ഇറങ്ങത്തിരിക്കണ്ട. ഈ 48 ഡിഗ്രി ചൂട് പുറത്ത് നിൽക്കുമ്പോഴും ഇതിനെ അവഗണിച്ചുകൊണ്ട് ഇവിടെ വന്നിരുന്നു ആരാധിക്കുന്ന കാരണം ഇതിനപ്പുറമുള്ള ഒരു നിത്യത വെളിപ്പാട് അകത്ത് കിട്ടിയ ദൈവമകൾ കരം അടിച്ച് ദൈവത്തിന് നന്ദി പറ. നിന്നെ ഒരു ശക്തിക്കും തോൽപ്പിക്കാൻ കഴിയത്തില്ല. ലോകത്തിനോ രോഗത്തിനോ ശാപത്തിനോ നിന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. അവൻ എന്റെ മീതെ പിടിച്ച കൊടി അത് സ്നേഹത്തിന്റെ കൊടിയായിരുന്നു.
ഹല്ലേലൂയ. ധൈര്യപ്പെട്ടോണം. ചിലപ്പോ ഒക്കെ നമ്മൾ ഒറ്റയ്ക്കേ കാണത്തുള്ളൂ. ധൈര്യപ്പെട്ടോണം കേട്ടോ. ലോകം നിങ്ങളെ ഉറക്കെ പറ പകയ്ക്കും. അപ്പോൾ ഉടനെ അങ്ങനല്ല, നിങ്ങൾക്ക് മുമ്പേ എന്നെ. അപ്പം കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം എന്നെ പകച്ചു, എൻ്റെ കണ്ണ് കെട്ടിയിട്ട് കന്നത്തടിച്ചു. ആരുടെ? കർത്താവിൻ്റെ. നമ്മളെ അങ്ങ് അടിച്ചാലോ? നമ്മളടിച്ചെന്ത് ചെയ്യും? എന്നെ കാണോ അടിച്ച പറയുന്ന എൻ്റെ മേല് നൊന്താ ഞാൻ തിരിച്ചോരണമെങ്കിലും. സ്തോത്രം. ഇതൊക്കെ ആൾക്കാർ, ഇപ്പോഴത്തെ ആൾക്കാർ പറഞ്ഞു. പക്ഷെ അവർ മിണ്ടിയില്ല. കർത്താവ് നമുക്ക് മുൻകൂറായിട്ട് പറഞ്ഞു, മക്കളെ പേടിക്കരുതേ, എൻ്റെ കണ്ണ് കെട്ടി കന്നത്തടിച്ചു, മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി. നിന്നെ അടിച്ചതാരാന്ന് പറ. നീ ദൈവത്തിനല്ലേ പറ. സ്തോത്രം. ചവിട്ടി മുൾക്കിരീടം അവന്റെ തലയിൽ വെച്ചിട്ട് ആഞ്ഞടിച്ചു പടയാളികൾ. സ്തോത്രം. കുതിരയുടെ തോലുകൾ കീറിയെടുത്തിട്ട് അതിനെ ചാട്ടവാറാക്കിയിട്ട് അതിന്റെ അഗ്രത്ത് റോമൻ നാണയത്തുട്ടുകളും മുൾക്കൊളുത്തുകളും ഈയക്കട്ടകളും കെട്ടിയിട്ട് എൻ്റെ കർത്താവിൻ്റെ മുതുകത്തേക്ക് പുറത്തേക്ക് ആഞ്ഞടിച്ചു. സങ്കീർത്തനക്കാർ വെച്ച് അവന്റെ പുറമെല്ലാം ഉഴവുചാലുകൾ പോലെ കീറപ്പെട്ടു. അവൻ നിന്ദിതനായി. സ്തോത്രം. കർത്താവ് പറഞ്ഞു, പത്രോസേ, ഗത്സമന തോട്ടത്തിൽ വെച്ച് എന്നെ അടിച്ചില്ല ഒരുത്തൻ. അവൻ്റെ പറ്റുമെങ്കിൽ മൊബൈലിൽ അവൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചോണം. 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് അവൻ്റെ വീട്ടിലോട്ട് ആദ്യം പോകണം. എന്തിന്? പകരം ഞാൻ വെച്ചിട്ടുണ്ടോ? കർത്താവ് പറഞ്ഞു. നരികൾക്കു വസിപ്പതിനായി കുഴിയും പറവയ്ക്കു വസിപ്പതിനായി കൂടും. ഭൂമിയുണ്ടിവനോ തലചായ്പതിനായി കുരിശല്ല ദീപാരിൽ എന്തു സ്ഥാനം. സ്തോത്രം. ഇവിടെ ഒന്നും നമുക്ക് കിട്ടാനില്ലെന്ന്. തമ്പുരാന് കൊടുത്തത് ലോകം കൊടുത്ത മുഴുവൻ ക്രൂശായിരുന്നു, അപമാനങ്ങളായിരുന്നു, പരിഹാസങ്ങളായിരുന്നു. നമുക്ക് മുൻപ് കർത്താവ് പറഞ്ഞിരിക്കുക, നിങ്ങളെ പകയ്ക്കും, പേടിക്കരുത്. നിങ്ങളെ പകയ്ക്കും, പേടിക്കരുത്. ഇപ്പം 18 വായിച്ചേ, ഇനി 19 വായിച്ചു. ഇനി 20-ാമത്തെ വാക്യം. അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. 1 പകയ്ക്കും, 2 ഉപദ്രവിക്കും. സ്തോത്രം. എന്നാലും ഞാൻ പറയാം, വിശ്വാസത്തിലിറങ്ങിയ അപ്പച്ചന്മാരാകട്ടെ ആരും ആകട്ടെ, അവരെല്ലാം ഇതെല്ലാം സഹിച്ചു നിന്നവരുണ്ട്. ഈ ലോകത്ത് അവർക്കൊന്നും കിട്ടാതെ പോയിട്ടുണ്ട്. ഈ ലോകത്ത് സൗഭാഗ്യം അനുഭവിക്കാതെ പോയ ദൈവദാസന്മാരില്ലേ? ഇല്ലേ? ചിലർ പറയും അവർക്ക് എന്തോ ശാപമുണ്ടെന്ന്. ഒന്നും കിട്ടാതെ പോയിട്ടുള്ളവരുണ്ട്. സ്തോത്രം. പക്ഷെ അവരിൽ വ്യാപരിക്കുന്ന ദൈവകൃപ ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി ദൈവമക്കളോട് പറയാം, നമ്മിൽ വ്യാപരിക്കുന്ന ദൈവകൃപയാണ് ഇന്ന് രാത്രി നമ്മെ നിർത്തുന്നത്, വേറൊന്നുമല്ല. നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകമാണ്. പ്രൈസ് ദി ലോർഡ്.
ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു അഭിഷേകം നമ്മുടെ അകത്തുണ്ട്. ഏത് പ്രതിസന്ധിയും അതിജീവിക്കാനുള്ള ദൈവകൃപ നമ്മുടെ അകത്തുണ്ട്. സ്തോത്രം. നിങ്ങളെ പകയ്ക്കും, രണ്ട് നിങ്ങളെ ഉപദ്രവിക്കും. നമ്മളതിന് സമരം ചെയ്യാൻ നോക്കുമോ? ഞങ്ങളിൽ ഒന്നിനെ തൊട്ടുകളിച്ചാൽ നട്ടല്ലൂരി കൊട്ടയിലാക്കുമെന്ന് പറ്റുമോ? പറ്റുവച്ചാ ഒന്നും മിണ്ടരുത്. തീക്കകത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് രാജാവ് നോക്കി നിൽക്കുമ്പോൾ രാജാവ് നോക്കിയപ്പോൾ കണ്ടത് നമ്മൾ 3 പേരെയല്ലോ വലിച്ചെറിഞ്ഞു. 4മനായി ഒരുവൻ താണ്ട് അതിന് നടുവിൽ നടക്കുന്നവൻ ദൈവപുത്രനോട് സദൃശ്യൻ. നീ സ്റ്റേണായിട്ട് നിന്നാൽ നിന്റെ കൂടെ എൻ്റെ കർത്താവ് ഉറപ്പായിട്ട്. വിശ്വസിക്കുന്ന ഈ മക്കൾ ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. നിന്റെ ജോലി സ്ഥലത്ത് ദൈവ സാന്നിധ്യം ഉണ്ടാകും. നിന്റെ വീട്ടിനകത്ത് ദൈവ സാന്നിധ്യം ഉണ്ടാകും. ഈ രാത്രി ഉറപ്പിച്ചു പറയാം, നിന്റെ കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് അല്പനിമിഷം ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. ഈ ഹാളിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നത് ആത്മാവിൽ അനുഭവിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ. ആദരങ്ങളുടെ ശബ്ദമുയരട്ടെ. അന്യഭാഷയിൽ ആരാധിക്കാൻ കൃപ ലഭിച്ചവർ അന്യഭാഷയിൽ ആരാധിക്ക്. ഈ രാത്രി നിന്നെ ഉറപ്പിക്കുന്ന രാത്രിയോ. ധൈര്യമായി ആരാധിക്ക്. ദൈവത്തിന്റെ ആത്മാവിലെ ശക്തികളെ വ്യാപരിക്കുകയാ. ചില പ്രതികൂലങ്ങൾക്കകത്തൂടെ കടന്നുപോയ സാഹചര്യങ്ങളുടെ നടുവിൽ നിർത്തിയ ദൈവത്തിന്റെ കൃപയത്ര ആത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ ഉപദ്രവിക്കുമെന്ന് ലോകം നിങ്ങളെ പകയ്ക്കും, നിങ്ങളെ ഉപദ്രവിക്കും. ഇതെല്ലാം അറിഞ്ഞോണം. നമ്മൾ പഴയ പാട്ട് പാടാം, പുതിയ പാട്ട് എല്ലാം എനിക്ക് പുതിയ പാട്ട് അറിയത്തില്ല. എന്നാലും പുതിയ പാട്ടിനോട് താല്പര്യമാണ്. പഴയൊരു പാട്ടുണ്ട്, മാറായുണ്ടീ മരുവാതിൽ ഒന്ന് ആരോഗ്യത്തോടെ പാടിക്കേ. മതി മതി മതി. എന്തല്ലേ ഇവിടെ എന്തോ ഉണ്ട്? മാറാനുണ്ട്. അടുത്ത ഭാര്യ സാരമില്ലെന്ന്. ഒരുപാട് പാട്ടുണ്ട്. വേറൊരു പാട്ടോടുണ്ട്, ഒരു വരി പറയാം. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം സാരമില്ലെന്നോതിടും തൻ മാർവിലെന്നെ ചേർത്തിടും. സാരമില്ലെന്നോതിടും തൻ മാർവിലെന്നെ എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും യേശു, ഇന്നലെയും. എന്തോ സന്തോഷം ഉണ്ടാച്ച. ഭാരമുള്ളിൽ ഉണ്ടാവൂ. ഇപ്പൊ ഭാരം, ദൈവദാസന് ഭാരം ഉണ്ടാവും. ഞാനേ കർത്താവിനെ അറിഞ്ഞു, എനിക്ക് ഇനി ഒരു ഇല്ലേ. ഇപ്പൊ കൂടുതലും പേർക്ക്, എല്ലാവരും മിക്കവാറും പേര് പഠിക്കുന്നു. ഞാൻ ഇവിടെ ഒരാൾ ചോദിച്ചു എന്തോ പഠിക്കാന്ന്. ഞാൻ കൗൺസിലിംഗ് പഠിക്കാന്ന്. അപ്പം അതിനകത്ത് എന്തോന്ന് ചോദിച്ചു. അതിൻ്റെ അകത്ത് സൈക്കാട്രിസ്റ്റാണ് കൂടുതൽ ഞാൻ പഠിക്കുന്നത്. എന്നാൽ മിക്കവാറും പേർക്ക് എന്തോ ഉണ്ട്, സൈക്കോ ഉണ്ട്. എനിക്കറിയത്തില്ല ആ ശാസ്ത്രം എത്ര. എന്നാലും ആരാണ്ട് പറഞ്ഞു കേട്ടതാ, ഒരു മനുഷ്യൻ 3 ദിവസത്തിൽ 24 മണിക്കൂർ 3 സെക്കൻഡ് ഭ്രാന്തനാണ്. അല്ലേ നിങ്ങൾ നാളെ മുതൽ നോക്ക്. നിങ്ങൾ ചില സമയത്ത് വീട്ടിൽ കിടന്ന്
ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങുമ്പോഴായിരിക്കും എന്തെങ്കിലും, അപ്പോൾ നമുക്ക് എന്തോ ഉണ്ടാവും, അന്നേരം ഇളകും. അപ്പം ഓർത്തോണം 3 സെക്കൻഡേ ഉള്ളൂ. അത് ശാസ്ത്രം പറഞ്ഞെന്നാ പറയുന്നത്. നമ്മളൊക്കെ 3 ഒന്നും അല്ല. ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ അടിച്ചിങ്ങനെ നടക്കുന്നവരും ആട്ടെ. സ്തോത്രം. ഒത്തിരി പ്രയാസങ്ങളുണ്ടെന്ന്. രോഗമില്ലേ? ചിലപ്പോൾ എല്ലാം മാറിയോ? പറ, എല്ലാം മാറിയോ? എല്ലാം മാറുമോ? ഇവിടെ വെച്ച് മാറുമോ? വെച്ചാ മാറുന്ന അവിടെ ചെല്ലുമ്പോഴല്ലേ. ഇവിടെ വെച്ച് എനിക്ക് തോന്നുന്നു ഇത്രയും പേരെയും കൂടി ഇപ്പം ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മിക്കവാറും പേരെ അഡ്മിറ്റ് ആക്കും. ഇരിപ്പ് കാണുമ്പോൾ അറിയാം. ഒന്നുമില്ലെങ്കിൽ അവർ പറയും ഒബ്സർവേഷനെങ്കിലും 24 മണിക്കൂറൊന്ന് നോക്കട്ടെ ഞങ്ങൾ. ചിലരോട് പറയും അറിയിക്കേണ്ടവരെയൊക്കെ, അയ്യോ ഒരു കുഴപ്പമില്ലാന്നല്ലോ. അതായിരുന്നു കുഴപ്പം. നിങ്ങൾ കുഴപ്പമില്ല ഇരുന്ന ഇവിടെ വന്നപ്പോൾ കുഴപ്പമുണ്ടെന്ന്. പിന്നെ ഒത്തിരി ചെക്കപ്പ് ചെയ്യാതിരിക്കുന്ന അമ്മാമേ, ഒത്തിരി ചെക്കപ്പ്. ഇപ്പം ഹോൾ ബോഡി ചെക്കിങ് അല്ലേ? ഇപ്പം ഹോൾ ബോഡി ചെക്കിങ് എല്ലാം കഴിയുമ്പോഴത്തേക്കും പറയും എന്തെങ്കിലും ഒരു ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടെന്ന്. നീ പേടിക്കൊന്നും വേണ്ട. വീണ്ടെടുക്കപ്പെട്ട ദൈവവേദനൊന്നും പേടിക്കണ്ടെന്നും. പേടിക്കണോ? രക്ഷിക്കപ്പെട്ട ദൈവവേദന എന്തെങ്കിലും പേടിക്കാനുണ്ടോ? അവൻ മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നവനല്ലേ. അവൻ മരണം വിട്ട് ജീവനിൽ കടന്നവനല്ലേ. അവൻ എന്ത് പേടിക്കാനാ? ധൈര്യത്തോടെ തമ്പുരാനെ ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിച്ചാട്ടെ. പൗലോസ് പറഞ്ഞു, ജീവനാകട്ടെ മരണമാകട്ടെ താഴ്ച ഉയർച്ചയുടെ ഒന്നും ബാധിക്കത്തില്ല. മരണത്തിനോ ജീവനോ വാഴ്ചകൾക്കോ അധികാരത്തിനോ താഴ്ചക്കോ ഉയർച്ചക്കോ ഒന്നിനെ ബാധിക്കാൻ കഴിയത്തില്ല. ഞാൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രയും ജീവിക്കുന്നത്. കാരണം ഉയർത്തിയ കാലം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ചില ദൈവമക്കളെ കണ്ട എന്തുകൊണ്ട് വിശേഷം? അവര് പിന്നെ ഡാം കൂട്ടുന്ന പോലെ പൊട്ടിത്തെറിക്കും. എന്തോ വിഷയം ഒന്നുമില്ല. പക്ഷെ അവർക്ക് പിടിച്ചു നിൽക്കുക. പ്രത്യാശയുടെ വാക്ക് പറയത്തില്ല. എൻ്റെ ഭാഷ എനിക്ക് മാത്രമേ ഉള്ളൂ. ഈ ഭാരം നിനക്ക് മാത്രമൊന്നുമല്ല. നിനക്ക് താങ്ങാൻ പറ്റുന്ന ദൈവം തന്നിട്ടുള്ളൂ. അതിനപ്പുറം ഒന്നും ദൈവം തന്നിട്ടില്ല. ഞാനിങ്ങനെ പറഞ്ഞ സമയം പോവും. ഇപ്പം തന്നെ എത്ര അയച്ച സമയം? 9. ഇനി ഒരു അരമണിക്കൂറോടെ, ഇനി ഒരു വെള്ളിയാഴ്ചയോടെ ഞാൻ വരുന്നുണ്ട്. സ്തോത്രം. അപ്പം ഇതിൻ്റെ ബാക്കി അല്ലേ വേറെ ദൂത്. പേടിക്കില്ല, ധൈര്യമായിട്ടിരുന്നു. ഇന്ന് രാത്രി ദൈവം ചിലരെ ഉറപ്പിക്കുക. ഒന്നുകൂടെ ദൈവം ഉറപ്പിക്കുക. ഒന്നുകൂടെ ദൈവം ധൈര്യപ്പെടുത്തുക. ഈ ദൂത് എനിക്കൂടെ ഒരു ഉറപ്പിനായിട്ട് ദൈവാത്മാവ് എന്നോടും പറയുന്നു, ദൈവദാസനെ നിന്നെ ദൈവം ഉറപ്പിക്കുന്ന രാത്രിയാണിത്. നിങ്ങളെ പകയ്ക്കും, നിങ്ങളെ ഉപദ്രവിക്കും. ഇനി 16:1 നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കുമെന്ന്. 16:1 വായിച്ചോ. സമൂഹത്തിൽ നിന്ന് തന്നെ പുറത്താക്കും. അയ്യോ എനിക്ക് അതൊന്നും വേണ്ട, എനിക്ക് എല്ലാവരും വേണം, അങ്ങനെയൊന്നും എനിക്ക് പറ്റത്തില്ല. ഇതെല്ലാം പുറത്താക്കും ഈ സത്യം അറിയുമ്പോൾ. പക്ഷെ ഏറ്റവും ശ്രേഷ്ഠമായ വെളിപ്പാട് എൻ്റെ നാഥൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടണം. ഏൽപ്പിക്കയില്ലവൻ ശത്രു കൈയിൽ. സ്വർപ്പൂരം നീ അണയും വരെയും അഴലേറും ജീവിതം നീ തളരുകയോ ഇനി സഹജേ. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോൻ, കണ്ണിൻ മണി പോലെ. ഇതിൻ്റെ അകത്ത് ദൈവം ചില ഉറപ്പിക്കുക, ധൈര്യപ്പെടുത്തുക.
സ്തോത്രം. ചില വിഷയങ്ങളിൽ തളരുന്നവരും ചില വാക്കുകൾ കേൾക്കുമ്പോൾ ഒട്ടനെ ബലഹീനമാകുന്നവരുണ്ട്. ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു, നിന്നെ ഉറപ്പിച്ച് ധൈര്യപ്പെടുന്നത് രാത്രിയാണ്. ഹല്ലേലൂയ. പകയ്ക്കും ഉപദ്രവിക്കും, പള്ളിപ്രഷ്ടരാക്കും. സ്തോത്രം. ഇവിടെ ഇതെല്ലാം ഉണ്ട്. പക്ഷെ നാഥൻ നിന്നെ സ്വീകരിക്കും. ഞാൻ നിന്റെ കരത്തിന് പിടിച്ചിരിക്കുന്നു. നീ നടക്കേണ്ടുന്ന വഴി ഞാൻ നിന്നെ അറിയുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടെ കടന്നുപോയാൽ നദി നിന്നെ മുക്കത്തില്ല. നീ തീയിൽ കൂടെ കടന്നുപോയാൽ അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല. ഉറപ്പുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കേ. സ്തോത്രം. നീ കർത്താവിന്റെ കരങ്ങളില്ല. നിന്റെ കൂടെ പുറപ്പ് നിന്റെ കൂടെ കാണത്തില്ല കേട്ടോ, പക്ഷെ നിന്റെ കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. ഇന്നിപ്പം ഈ പഴയ സ്നേഹമൊന്നും ഇപ്പം ആർക്കും മക്കളോട് പോലും ഇല്ല. ഉണ്ടല്ലോ ഒരമ്മ 3 വയസ്സുള്ള കൊച്ചിനെ എടുത്ത് പുഴയിൽ എറിഞ്ഞിട്ട് എന്തൊരു കാലം. ആ കൊച്ചിനെ ആർക്കെങ്കിലും ഒന്ന് കൊടുത്തിരുന്നു, നല്ലൊരു കുഞ്ഞു. ഞാനും പറഞ്ഞു, ദൈവമേ നമുക്കെങ്കിലും ഇനി അങ്ങനെ ആർക്കെങ്കിലും അസുഖമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചു തന്നില്ല. നമ്മളങ്ങ് കുഞ്ഞുങ്ങളല്ലേ. എന്തോ സ്നേഹം. അപ്പനോട് സ്നേഹമില്ല, അമ്മയോട് സ്നേഹമില്ല, മക്കളോടില്ല. ആർക്കും ഇപ്പം ആരോടും വലിയ പ്രതിബദ്ധതയൊന്നും. അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളൊന്ന്, മനുഷ്യൻ സ്വസ്ഥനേയുള്ളൂ. കുവൈറ്റ് പട്ടണത്തിൽ സ്വർണ്ണമഴ. ആരോടെങ്കിലും പറയൂ? തന്നെത്താനെ പോയി പൊറുക്കി വാരാവുന്നതിൻ്റെ മാക്സിമം വാരി. അത് കഴിയുമ്പോഴാണ് കുറച്ച് രഘുവതരെ അറിഞ്ഞത് അവിടെ ഇങ്ങനൊരു സംഭവം. നിങ്ങളറിഞ്ഞു? ഞാൻ പോയി നിന്നേ, ഞാൻ അറിഞ്ഞപ്പോഴേ പോയി വാരിയെടുത്ത്. മനുഷ്യൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ ഇല്ലേ? വെണ്ടക്കാക്ഷത്തിൽ വെക്കും ഗിഫ്റ്റ് ഓഫ് ഗോഡ് വണ്ടിക്കകത്ത്. ഗിഫ്റ്റ് ഓഫ് ഒറ്റ എടുത്തിനെ കയറ്റത്തില്ല. എന്തോ പറയുന്നത്? ദൈവം എനിക്ക്. ഞങ്ങളുടെ അവിടെ ഒരു അച്ചാനുണ്ട്. വണ്ടി കഴുകി യോഗത്തിന് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒറ്റ മഴ. പുള്ളി അന്നേരെ പോർച്ചിലെടുത്തിട്ടു. എന്താ യോഗത്തിന് വരാൻ? ഞാൻ ഇറങ്ങിയപ്പോഴേ മഴയെന്ന്. കഴുകിയിട്ട വണ്ടിയല്ലേ, വീണ്ടും ചെളിയാവും. അതുകൊണ്ട് അങ്ങനത്തെ പാർട്ടികളുണ്ട്. മനുഷ്യൻ സ്വസ്ഥനേക്കാണ്. കണ്ടോ ആ അമ്മ കുഞ്ഞിനോട് എന്തൊരു സ്നേഹമുണ്ടോ? മാതൃത്വം. ആർക്കും ആരോടും ഒരു പ്രതിബദ്ധതയില്ല. ഒരു മനുഷ്യൻ റോഡിൽ കിടന്ന വണ്ടി ഇടിച്ചു കിടന്നാൽ പോലും ആരിലും ഞാനെടുത്ത് ഇനി എൻ്റെ ഉള്ള കേസെല്ലാം കൂടെ വന്ന് നോക്കും. ബൈബിളിൽ തന്നെ ഉദാഹരണമില്ലേ? നല്ല ശമരിയക്കാരൻ്റെ. ഒരു മനുഷ്യൻ വീണ് കിടന്നിട്ട് ആരും നോക്കിയില്ല. ശമരിയക്കാരൻ, നല്ല ശമരിയക്കാരൻ വഴിപോകിൽ അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി. അത് നമ്മുടെ കർത്താവ് സ്തോത്രം ചെയ്താട്ട്. ലോകത്തിൽ ആരും നോക്കണ്ട, ആരും കൂടെ കാണത്തില്ല. നിന്റെ കൂടെ എൻ്റെ കർത്താവ് കൂടെ ഉണ്ടാവും. സ്തോത്രം. യശയാപ്രവചനം എനിക്ക് തോന്നുന്നു 47 ഇസ്രായേലിൻ്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനും യഹോവ അരുളി ചെയ്യുന്നു. 17-ാം വാക്യം തോന്നുന്നു. 48-17 എൻ്റെ വിശ്വാസം. എന്നെടുക്കാം. എത്ര വെച്ചത്? ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശുഭകരമായി നിന്നെ പ്രവർത്തിപ്പാൻ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. കരം ഉയർത്തി ഹാലേലൂയ പറഞ്ഞാട്ടെ. ഇതൊരു വചനത്തിന്റെ വെളിപ്പാടാണ്. നിങ്ങളൊന്ന് നോട്ട് ചെയ്തോ, ഒന്ന് അണ്ടർലൈൻ ചെയ്തോ, ഒന്ന് സ്വീകരിച്ചോ. കരം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇസ്രായേലിന്റെ പരിശുദ്ധൻ അരുളി ചെയ്യുന്നത്, നിന്റെ വീണ്ടെടുപ്പാൻ അരുളി ചെയ്യുന്നു, ശുഭകരമായി നിന്നെ പ്രവർത്തിപ്പാൻ
അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴി നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമേ യഹോവ. നിനക്കറിയത്തില്ല പോകേണ്ട വഴി, നിന്റെ ഭാര്യയ്ക്ക് ഭർത്താവിന് അറിയത്തില്ല, വഴി അറിയത്തില്ല, പക്ഷേ നടത്തുന്നവൻ അറിയാം, നടത്തുന്നവൻ അറിയാം. ഓ ജീസസ്, ഹല്ലേലൂയ. നിന്നെ എവിടെ കൊണ്ടെത്തിക്കണമെന്ന്, നിന്നെ എവിടെ ആക്കണമെന്ന് നടത്തുന്ന ഇടയൻ അറിയാം. എന്തിനു പേടിക്കുന്നത്? പോകുന്ന വഴിക്ക് കൂരിൽ താഴ്വര കാണും, പോകുന്ന വഴിക്ക് യോർദാൻ കലങ്ങി മറിഞ്ഞെന്ന് വരാം, പോകുന്ന വഴിക്ക് എരിവോ കോട്ട പോലെ നിന്നെന്ന് വരാം, പോകുന്ന വഴിക്ക് ചെങ്കടലാർത്തിരമ്പി എന്ന് വരാം. പേടിക്കണ്ട, വാമൻ നിനക്ക് മുമ്പേ ഒരുവൻ നടക്കുന്നുണ്ട്, അവൻ വഴി വെട്ടി തുറക്കുന്നവനാണ്. കരമടിച്ച് ആത്മാവിനെ ദൂതം ഏറ്റെടുത്തോ. ഈ രാത്രി ചില കുടുംബങ്ങളോട് ആത്മാവ് ഇടപെടുക, ചില തലമുറയോട് ആത്മാവ് സംസാരിക്കുക. ആത്മാവിനെ ദൂത് സ്വീകരിക്കുക, ആത്മാവിനെ ദൂത് ഏറ്റെടുക്കുക. ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്കും വഴി അറിയണമെന്നൊന്നുമില്ല, നടത്തുന്നവനറിയാം. ഒരുവനല്ലേ കരത്തിന് പിടിച്ചിരിക്കുന്നു. കേട്ടോ ദൈവാസനെ, ദൈവം ചില വഴികൾ നടത്താൻ ആഗ്രഹിക്കുന്നു. ഇന്ന് വരെ പോയിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത ദേശങ്ങൾ, രാജ്യങ്ങൾ, പട്ടണങ്ങൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആത്മാവ് ഒരുക്കുന്നു. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. ഇവിടെ ഞാൻ വരുമെന്ന് ഞാൻ ചിന്തിച്ചാൽ നിങ്ങളും ചിന്തിച്ചോ? അങ്ങനെ പറഞ്ഞോണം. അല്ല, ഞാൻ ജനിച്ചപ്പോഴേ എന്നോട് പറഞ്ഞിരുന്നു, ഇവിടെ ഒന്നും പ്രതീക്ഷിച്ചല്ല, തമ്പുരാന്റെ കൃപ. ഒന്നുമില്ലായ്മ ഇവിടം വരെ ദൈവം നടത്തിയില്ലേ? ഇവിടം വരെ എത്തുമെന്ന് ചിന്തിച്ചതാണോ? എത്രയോ കെടുതികളും വിഷയങ്ങളും പ്രതിസന്ധികളും വന്നു. ഉറപ്പിച്ചത് ദൈവത്തിന്റെ മഹാകൃപ. അനുഭവിക്കുന്നവർ ദൈവമക്കൾ കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. ഇത്തിരി പ്രതിസന്ധി അനുഭവിച്ചു എബ്രായ വിശ്വാസികൾ. അതാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. മറ്റു ചിലർ ഏറ്റവും നല്ല ഉയർത്തൽ ലഭിക്കണമെന്ന് വെച്ച് ഉദ്ധാരണം കൈക്കൊള്ളാതെ വേറെ ചിലർ പരിഹാസം. അവിടെ മല പോയപ്പോൾ നമ്മൾ ഇവിടെ കയറിയത് പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ്, ഇവയാലുള്ള ചങ്ങല, ചമ്മട്ടി, കല്ലേറുകൾ, എങ്ങും പരിഹാസ പീഡനങ്ങൾ. ചങ്ങല, ചമ്മട്ടി, കല്ലേറുകൾ, എങ്ങും പരിഹാസ പീഡനങ്ങൾ. തിങ്ങുമുപദ്രവം കഷ്ടതയെങ്കിലും ഭംഗമില്ലാതെ സമരം നടത്തുന്ന ഭക്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം. സ്തോത്രം, സ്തോത്രം. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എവയാനുള്ള പരീക്ഷ സഹിച്ചു, ഇതെല്ലാം സഹിച്ചു. ചങ്ങലയും ചമ്മട്ടിയും തടവും കല്ലേറും. ഈർച്ച വാളാൽ ജടയാടുകളെയും കോലാടുകളുടെയും തോൽ ധരിച്ച് ബുദ്ധിമുട്ട്, ഉപദ്രവം, കഷ്ടം സഹിച്ചെന്ന്. കർത്താവിന് വേണ്ടിയാട്ടോ, കർത്താവിന് വേണ്ടി. നമുക്ക് സേഫ് സോണിൽ പോകുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം അല്ലേ? എനിക്കുൾപ്പെടെ എല്ലാം കൂടെ പ്രതികർക്കണമല്ലോ. ഈ ചെറിയ പ്രതിസന്ധി ഒന്ന് മുങ്ങാൻ ശ്രമിക്കും. സേഫാണല്ലോ ഇഷ്ടം.
സ്തോത്രം. പ്രതിസന്ധി കാണുമ്പോഴേ പ്രാർത്ഥിച്ച് യേശുവിൻ നാമത്തിൽ അതിനെ അടക്കുന്നു. സ്തോത്രം. പക്ഷെ നോക്കിയേ, വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചവർ. എന്നിട്ട് അവർക്ക് വേറൊരു ദൂതൂടെ ഉണ്ട്. ലോകം അവർക്ക്, നമുക്കോ യോഗ്യമല്ലെന്ന്. ഈ കാലം മാറും കേട്ടോ. സ്തോത്രം. ഇതിന് വിരാമം വരാൻ പോവാ. ലോകം നമുക്ക് യോഗ്യമല്ല. പിന്നെ നമ്മളൊരു നാട് നോക്കിയിരിക്കുക. അത് നോക്കിയിരിക്കുന്ന യുവമക്കളെ ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. നാടില്ല നമുക്ക് ഉലകിൽ, വീടില്ല നമുക്ക് ഉലകിൽ, സ്വർലോകത്തിൻ തങ്കത്തെരുവിൽ നാം കാണും വീടൊന്നു വിരവിൽ. സ്തോത്രം. പ്രത്യാശ വേണം. ധൈര്യപ്പെടൂ. രാത്രിയും ചില ദൈവം ധൈര്യപ്പെടുത്തുന്ന രാത്രിയാണ്. എന്തൊക്കെയോ ഭാരം അകത്തുള്ളിലുണ്ടെങ്കിൽ ആത്മാ പറയുന്നു, നിന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ആമേൻ. തീക്കകത്ത് നിൽക്കുന്ന പോലെ, പരിശോധനയ്ക്കകത്ത് നിൽക്കുന്ന പോലെ, പൊള്ളുന്ന പോലുള്ള വേദനയ്ക്കകത്തോടെ പോകുന്നവരെ ഇന്ന് രാത്രി ആത്മാ പറയട്ടെ, ഇല്ല, ഈ വേദനയ്ക്കകത്ത് നിന്റെ കൂടെ എൻ്റെ കർത്താവ് ഉണ്ടെന്ന് വിശ്വസിക്കാൻ കൃപ ലഭിച്ച ദൈവമകൾ കരമുയർത്തി ഹല്ലേലൂയ പറ. എല്ലാവരും സഹിച്ചു. ലോകം അവർക്ക് അതായിരുന്നു. ഒത്തിരി പേര് പിന്മാറിപ്പോയി. ഈ പ്രതിസന്ധി വന്നപ്പോഴത്തേക്കും എബ്രായ വിശ്വാസികൾ പലരും പല പഴയ മതത്തിലേക്ക് മാറിപ്പോയി. അവരെ പൗലോസ് ഉറപ്പിക്കുകയാണ്, നിങ്ങൾ പിന്മാറില്ല, നമുക്കൊരു മഹാപുരോഹിതൻ സ്വർഗത്തിലുണ്ട്. അതിനെക്കുറിച്ച് പറയാം, നമുക്കൊരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായ ഒരുവൻ നമുക്കുണ്ട്. ശലോമോനേക്കാൾ വലിയവനായ ഒരുവൻ നമുക്കുണ്ട്. മോശയേക്കാൾ വലിയവനായ ഒരുവൻ നമുക്കുണ്ട്. അഹരോനേക്കാൾ വലിയവനായ ഒരുവൻ നമുക്കുണ്ട്. യോശുവയേക്കാൾ വലിയവനായ ഒരുവൻ നമുക്കുണ്ട്. ആലയത്തേക്കാൾ വലിയവനായ ഒരുവൻ നമുക്കുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ അടിച്ചു ദൈവത്തെ സ്തുതിക്കുക. എല്ലാവരെക്കാളും വലിയവൻ. ഹല്ലേലൂയ. എല്ലാവരെക്കാളും ഉന്നതൻ നമുക്കുണ്ട്. നമ്മുടെ കർത്താവ് ശ്രേഷ്ഠനാണ്. പാടാറില്ലേ, അവനൊപ്പം പറയാൻ അവനെപ്പോലെ ആരാധ്യനാരുമില്ല. കേട്ടോ, അവനെത്ര ഉന്നതൻ, ശ്രേഷ്ഠൻ, അവനെത്ര വലിയവനാ. ഈ കർത്താവിനെ കണ്ടുമുട്ടാൻ ഭാഗ്യം ലഭിച്ച ദൈവമകൾ ഒരിക്കലും കൂടെ കർത്താവ് ശ്രമിച്ചാൽ. ഞാൻ ഈ പാട്ട് പാടുന്ന കുഴപ്പമുണ്ടോ? ഇതെല്ലാം അനുഭവം ഒന്ന് ഉറപ്പിക്കുകയും കൂടെ ചെയ്യുക കേട്ടോ. ഒരു പഴയ പാട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. ചില സമയത്തൊക്കെ ഞാൻ പാടും അത്. ഉലകിലെന്നരികിലായി പ്രിയമായ പലതുണ്ട്, അതിനെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. അറിയാമോ? ഒന്ന് പഠിക്കുക. ഉലകിലെന്നരികിലായി പ്രിയമായ പലതുണ്ട്, അതിനെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. ഓ എങ്കിലോ കാൽവറി സ്നേഹത്തിൻ മുൻപിലായി അലിഞ്ഞുപോ ഇവയെല്ലാം മഞ്ഞുപോലെ. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാൻ. സ്തോത്രം. അയ്യോ, എല്ലാവരെക്കാളും പ്രിയൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. എന്റെ പ്രിയൻ എൻ്റെ കൂടെ ഉണ്ടെന്ന്. നിന്റെ ഭർത്താവിനേക്കാൾ, ഭാര്യയേക്കാൾ, മക്കളെക്കാൾ, എന്റെ സ്നേഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്റെ കൂടെ ഉണ്ട്. ഇവരൊക്കെ സമയം വരുമ്പോൾ ഇട്ടെറിഞ്ഞിട്ട് പോകും. ഇട്ടെറിയാതെ നിന്റെ കൂടെ വരുന്ന ഒരുവൻ എന്റെ കർത്താവ് മാത്രമാ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പിന്മാറിപ്പോയി. കുറച്ചുപേര് പിന്മാറിപ്പോ പറഞ്ഞു, പോവരുത്,
ശ്രേഷ്ഠമായത് ഇവിടെ ഉണ്ട്. നമുക്കിവിടെ ലോകം യോഗ്യമല്ല, പക്ഷെ നമുക്ക് നിലനിൽക്കുന്ന ഒരു ഉത്തമ സമ്പത്ത് സ്വർഗത്തിൽ ഉണ്ട്. നമുക്കൊരു നല്ല നഗരം സ്വർഗത്തിൽ ഉണ്ട്. നമുക്കൊരു മഹാപ്രതിഫലം സ്വർഗത്തിലുണ്ട്. ഇവിടെ നമുക്കൊന്നുമില്ലേലും പേടിക്കണ്ട. അവിടെ ഉണ്ട്. അവിടെ ഉറപ്പാണോ ഉണ്ടെന്നുള്ളത്? സ്തോത്രം. അതല്ലേ നമ്മളെ ധൈര്യപ്പെടുത്തുന്നത്. പെട്ടെന്ന് എൻ്റെ ദൂത് അവസാനിപ്പിക്കട്ടെ. അവരെ ഉറപ്പിക്കുകയാണ്. ഉറപ്പിച്ചു വന്ന് 12-ാം അധ്യായത്തിൽ നമ്മുടെ കുറിവാക്യം, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച്, കേട്ടോ, ചിലപ്പോൾ മടുക്കുന്ന വിഷയങ്ങളുണ്ടായെന്ന് വരാം. സ്തോത്രം. ചിലപ്പോൾ ചിലർ നമ്മളെ കണ്ടിട്ടും ചിലപ്പോൾ കാണാതെ പോയെന്നും, ചിലപ്പോൾ ആരും വിളിച്ചില്ലെന്നും. എന്തോ ബ്രദറെ കഴിഞ്ഞ ആഴ്ച വരാഞ്ഞ് ഞാൻ പനിയായിട്ട് കിടന്നിട്ട് ഒരു മനുഷ്യൻ പോലും എന്നെ കണ്ടുമില്ല, വിളിച്ചുമില്ല. സ്തോത്രം, സ്തോത്രം. നിന്റെ കൂടെ കർത്താവുണ്ട്. ആരും വിളിച്ചില്ല കൊണ്ട് നീ മടുക്കൊന്നും വേണ്ട. നിന്നെ വിളിച്ചവൻ വലിയവനാ, ശ്രേഷ്ഠനാ, ഉന്നതനാ. ആ ദൈവത്തെ നീ അനുഭവിച്ചറിഞ്ഞോണം. പ്രൈസ് ദ ലോർഡ്. ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിക്കരുത്. നിങ്ങൾ ആത്മീകമായിട്ട് ക്ഷീണിക്കരുത്. രണ്ട് ക്ഷീണമുണ്ട്. ഭൗതികമായിട്ടും ക്ഷീണിക്കാം, ആത്മീയമായിട്ടും ക്ഷീണിക്കാം. അതിന് ക്ഷീണിക്കാതിരിക്കാൻ 3-1 വായിച്ചോ. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. നീ ക്ഷീണിക്കാതിരിക്കാൻ നമ്പർ 1 എന്റെ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കണം. സ്തോത്രം. ശ്രദ്ധിച്ചു നോക്കേ. ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കണ്ട. നീ തമ്പുരാനെ ശ്രദ്ധിച്ചു നോക്കേ. നിന്റെ വീണ്ടെടുപ്പുകാരൻ നീ അതീവ ശ്രദ്ധയോടെ നോക്കേ. വേറെ ആരും നോക്കരുത്. വേറെ ആരും നോക്കിയാൽ നമുക്ക് മടുപ്പുണ്ടാവും, ഇല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞ മഹാപുരോഹിതനും ശ്രേഷ്ഠ മഹാപുരോഹിതനായ ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കണം. ഇനിയും ഒരു കാര്യം കൂടെ പറയാം. ഈ ലേഖനത്തിൻ്റെ അകത്ത് കുറെ മുന്നറിയിപ്പൂടെ തരുന്നു. മടുക്കാതിരിക്കാൻ കുറെ മുന്നറിയിപ്പൂടെ. 7-ാമത്തെ വാക്യം വായിക്കും. 1-ാം അധ്യായത്തിന്റെ. മൂന്നാം അധ്യായത്തിന്റെ മുന്നറിയിപ്പോൾ വായിച്ചോ. 7-ാം വാക്യം. പരിശുദ്ധാത്മാവ് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. വായിച്ചോ. നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. മുന്നറിയിപ്പ. ഹൃദയം കഠിനമാക്കരുത്. അപ്പൊ എന്തിന് സാധ്യതയുണ്ട്? ഹൃദയം കഠിനമാകാൻ സാധ്യതയുണ്ട്. കഠിനമാക്കരുത്. അത് തെളിവ് പഴയ നിയമത്തിലെ ഇസ്രായേൽ മക്കളുടെ ചരിത്രമാണ്. അവര് മരുഭൂമിയിൽ വെച്ച് എന്താ ഹൃദയം കഠിനമാക്കി. അടുത്ത വാക്യം 11 വരെ വായിച്ചോ. ദൈവത്തെ പരീക്ഷിച്ചു അവര്. നമ്മൾ ദൈവത്തെ എന്തുകൂടാ? പരീക്ഷിച്ചുകൂടാ. ദൈവത്തെ പരീക്ഷിക്കരുത്. നിങ്ങളുടെ ഹൃദയം കഠിനമാകുകയും ചെയ്യരുത്. പിന്നെ ഹൃദയം കഠിനമായതുകൊണ്ടും ദൈവത്തെ പരീക്ഷിച്ചതുകൊണ്ടും അടുത്ത ദൂത് 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസം ഉണ്ടായെന്ന്. പിന്നെ
അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ഒന്ന് പരിശുദ്ധാത്മാവിന്റെ മുന്നറിയിപ്പ് 11-ാമത്തെ വാക്യം. രണ്ടാമത്തെ മുന്നറിയിപ്പ് 12-ാമത്തെ വാക്യം. രണ്ടാമത്തെ മുന്നറിയിപ്പ്, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകരുത്. നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കണം. അവിശ്വാസം ഉണ്ടാകരുത്. അവിശ്വാസമുള്ള ഒക്കെ പറഞ്ഞാട്ടെ ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകരുത്. ദൈവം എനിക്ക് വേണ്ടി വഴി തുറക്കുന്നു. ഞാൻ ദൈവത്തെ ആഴമായി വിശ്വസിക്കണം. സ്തോത്രം. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കണം. റോമാലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ വായിക്കുന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കും, വായ് കൊണ്ട് സ്തോത്രം. അത് വിശദീകരിക്കുന്നില്ല. അവിശ്വാസമുള്ള ദുഷ്ട സഹോദരന്മാരുടെ ജീവനുള്ള ദൈവത്തെ ത്യജിക്കരുത്. കേട്ടോ? എന്തെങ്കിലും കുറവ് വരുമ്പോഴത്തേക്കും ഭൗതികമായിട്ടോ വിഷയത്തിലോ ജോലിയിലോ ഒക്കെ പ്രതിസന്ധികൾ വരുമ്പോൾ എൻ്റെ ദൈവത്തെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ത്യജിക്കരുത്. എല്ലാം നന്മയ്ക്കെന്ന് പറയണം. ഞാനെങ്ങനെ പറയുന്നത്? എന്നോടും കൂടെ പറയുകയാണ്, വണ്ടിയുടെ പെട്രോൾ തീർന്നാലും എന്ത് പറയണം? വണ്ടി പഞ്ചറായാലും എന്ത് പറയണം? ഇന്ന് ആരെ കണ്ടുകൊണ്ടാണോ ഞാൻ ഇറങ്ങിയത്? അതാണ് പറയണ്ടേ. നന്മ. വിസായിക്ക് പ്രശ്നം ഉണ്ടായാലും പറയണം, ഇത് ദൈവം നന്മയ്ക്കായി തീർക്കും. ഞാൻ ഇങ്ങോട്ട് വരാൻ നേരം എൻ്റെ ടിക്കറ്റിന് പ്രശ്നം ഉണ്ടായി. ഞാൻ അന്നേരം ഒരുപാട് പേരോട് ചോദിച്ചു, യോ അല്ല പോരാട്ടമാണല്ലോ. അതൊക്കെ നന്മയ്ക്കാണ്. നന്മയ്ക്കാണ്. ഉറപ്പിച്ച് പറയാം, നന്മയ്ക്കാന്ന് പറയാം. പിള്ളേർ പരീക്ഷയിൽ ഒരു വിഷയം തോറ്റ ഉടനെ പറയേണ്ടത് എന്തുവാ? എന്തായിരിക്കും പറയുന്നത്? എന്നെ പഠിക്കാൻ വിട്ടപ്പോൾ എനിക്ക് തോന്നി, അപ്പുറത്തെ ചെറുക്കനെ നോക്ക്, അവിടുന്ന് നോക്ക്, ഇവിടെ നോക്ക്, ഒന്നും പറയണ്ട. എൻ്റെ മക്കളെ, അതുകൊണ്ട് പിള്ളേർ രക്ഷപ്പെടല്ലേ. നന്നായിട്ട് പഠിച്ചോണം. പക്ഷെ ഇത് നന്മയ്ക്കെന്ന് വേണം. ഇതെൻ്റെ തോൽവിയല്ല, ഇതെൻ്റെ വൻ പരാജയമല്ല, ഇവിടെ നിന്ന് എനിക്കൊരു ജയമുണ്ടെന്ന് പറയണം. ഇത് നന്മയ്ക്കായിട്ട് ദൈവം തീർക്കുമെന്ന് പറയണം. മൂന്നാമത്തെ മുന്നറിയിപ്പോടെ പറഞ്ഞിട്ട് നിർത്താം. വായിച്ചോ അടുത്ത വാക്യം. അടുത്ത വിശ്വാസികൾക്കുള്ള മുന്നറിയിപ്പാണ്. 16-ാമത്തെ വാക്യം വായിച്ചോ. അവരെന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല. ദൈവമക്കളെ, ഇറങ്ങത്തിരിച്ചിട്ട് അങ്ങ് ചെല്ലാതിരിക്കരുത്. അങ്ങെത്തണം. ഇതിനിടയ്ക്ക് വെച്ച് പരാജയപ്പെടരുത്. ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആകരുത്. അവിടെ എത്തണം. അതാണ് എബ്രായ ലേഖനത്തിലെ മുന്നറിയിപ്പുകൾ. ഇനിയുണ്ട് മുന്നറിയിപ്പുകൾ, ധാരാളം ഉണ്ട്. ഈ മുന്നറിയിപ്പുകളെല്ലാം അവഗണിക്കരുത്. നസ്രായിനെ ശ്രദ്ധിച്ചു നോക്കണം. 12 വർഷം രക്തസ്രവമുള്ള സ്ത്രീ ഏറിയ മുതൽ വൈദ്യന്മാർക്ക് കൊടുത്ത് ഒരു വിടുതലുമില്ല, ഒരു പ്രതീക്ഷയില്ല. പക്ഷെ അവൾ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കി. പുരുഷാരത്തിന് നടുവിൽ തമ്പുരാനെ ശ്രദ്ധിച്ചു നോക്കട്ടെ. ജനത്തെ വകഞ്ഞു മാറ്റിയിട്ട് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ കർത്താവ് നിന്നു. ആരെന്നെ തൊട്ടു? പുരുഷാരം ഇങ്ങനെ തിക്കി തിക്കി തിരക്കി പോകുമ്പോൾ ആരാകുന്നു തൊട്ടെന്ന് എങ്ങനെ അറിയും? കർത്താവ് പറഞ്ഞ വാക്ക് കേട്ടോ, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഇന്ന് രാത്രി ദൈവമക്കളോട് ഉറപ്പിച്ച് പറയാം, ദൈവശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. നീ തമ്പുരാനെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവിടുന്ന് മടങ്ങിപ്പോകുമ്പോൾ ഒരു വിടുതലോടെ മടങ്ങും. ക്രൂശിൽ കിടന്ന കള്ളൻ, തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, കർത്താവ് നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കും. അവനെ ശ്രദ്ധിച്ച് കർത്താവിനെ നോക്കിയപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. അല്ല, ചിന്ത അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്ക്.
എവിടെയൊക്കെയാണ് മടുക്കുന്നത്? ചില വാക്കുകൾ കേട്ട് മടുക്കുന്നവരുണ്ട്. ഉദാഹരണം ബൈബിളിൽ തന്നെ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചു സ്പീഡില്. ഏലിയാവ് ഈസബേലിന്റെ വാക്ക് കേട്ടപ്പോൾ ക്ഷീണിച്ചു, പേടിച്ചു. നീ ഇങ്ങോട്ട് നോക്കിയേ, അത് കറക്റ്റാണോ വാക്ക്? അത് ക്ലോക്ക് അതല്ല, ഇതെവിടെ ആയല്ലോ അല്ലേ? കുഴപ്പമുണ്ടോ? 2 മിനിറ്റ്. ഭയങ്കര ശുശ്രൂഷ ചെയ്ത ആളാ. യാഗപീഠം ഒരുക്കി, കർമ്മേലിൻ്റെ കൊടുമുടിയിൽ ബാലിൻ്റെ അശേര പ്രതിഷ്ഠയുടെ കള്ളപ്രവാചകന്മാരെ വെട്ടി ദൈവത്തിൻ്റെ തീയിറക്കിയവനായി ഏലിയാവ്. 2, രാജകൊട്ടാരത്തിന്റെ നടുത്തളത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ലെന്ന് രാജകൊട്ടാരത്തിൽ കൊണ്ട് പ്രവചിച്ച പ്രവാചകനാണ് ഏലിയാവ്. ഭയങ്കര ഭീരുവൊന്നുമല്ല, ധൈര്യത്തോടെ നിന്നാണ്. പക്ഷെ ഇപ്പം ഈസബേൽ പറയാം, നാളെ ഞാൻ നിന്നെ കൊല്ലും. ഉടനെ പുള്ളി പോയി ചൂരച്ചെടിയുടെ തണലിൽ, ബാല്യക്കാരനെ കൊണ്ടുപോയി ഒരിടത്താക്കിയിട്ട് ചൂരച്ചെടിയുടെ തണലിൽ പോയി എഴുന്നേറ്റ് പറയുക, മതി യഹോവേ, മതി യഹോവേ, എൻ്റെ ജീവനെ അങ്ങ് മതിയെന്ന്. ഇനി എനിക്ക് ശുശ്രൂഷയും വേണ്ട, ക്രിസ്തീയ ജീവിതവും വേണ്ട, ഇതാണ്ട് ബൈബിൾ നിന്ന് പിടിച്ചോ, ഇനി ഞാൻ കൂട്ടായ്മയ്ക്കും വരുന്നില്ല, ഒന്നും വേണ്ട. തമ്പുരാൻ തട്ടി വിളിച്ചു, ഏലിയാവ്, ഇവിടെ നിനക്കെന്ത്? എഴുന്നേൽക്കുക, നിനക്കൊരു, ഇന്ന് രാത്രി ദൈവമക്കളോട് പറയാം, നീ യേഹൂവിനെ അഭിഷേകം ചെയ്യേണ്ടവനാ. നിനക്ക് പിറകിലുള്ള എലീശയെ അഭിഷേകം ചെയ്യേണ്ടവനാ. നിന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല. ഈ പട്ടണത്തിൽ ചില മിനിസ്ട്രിക്ക് വേണ്ടി ദൈവം നിന്നെ കണ്ടിരിക്കുകയാണ്. ആർക്കുമില്ലാത്ത പ്രതിസന്ധി നിന്റെ അകത്തുണ്ടെങ്കിൽ ഓർത്തോണം, ചില വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവാത്മ വേർതിരിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവമക്കളുടെ ദൂതാണ്, നിന്നെ ഒരു വലിയ മിനിസ്ട്രിക്കായിട്ട് ദൈവം കണ്ടിട്ടുണ്ട്. ആമേൻ. മുമ്പിലുള്ള ചില പ്രതിസന്ധികളെ ഓർത്ത് ഭാരപ്പെടേണ്ട. നീ അറിയാത്ത ചില പുത്തൻ വഴികൾ ദൈവാത്മാവ് തുറക്കാൻ പോകുകയാണ്. വിശ്വസിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരം ഉയർത്തി ഹല്ലേലൂയ പാട്. സ്തോത്രം, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ചില പ്രാർത്ഥനയൊന്നും ദൈവം എന്ത് ചെയ്യുന്നില്ല. ഇതുമല്ല ദൈവം കേൾക്കും. എൻ്റെ ജീവനെ അങ്ങ്, ചിലപ്പോൾ നമ്മൾ വലിയ വിഷയം ഉണ്ടാവും, പറയും എനിക്കങ്ങ് അയ്യോ പോയാൽ മതിയെന്ന്. പോകുന്നുടനെ പറയും പോരുതെന്ന്. പോയാൽ മതിയെന്ന് പറയും. നെഞ്ചുവേനൊക്കെ ഉണ്ടാകുമോ, എന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടായി പറയും, എന്നെ ഇപ്പോഴൊന്നും എൻ്റെ ആയുസ്സിനോട് പോരാടുന്ന പോരുകളെ ശാസിക്കും. അല്ലാത്തപ്പോൾ പറയും, എന്നെ അങ്ങ് എടുത്തോണം, പറയണ്ട, നിനക്കൊരു ശുശ്രൂഷ ഉണ്ടെന്ന്. എൻ്റെ ദൂത് അവസാനിപ്പിച്ചില്ല കർത്താവിനെ വെച്ച് നമുക്ക് പിന്നീട് കൂടാം. എലിയാവേ, ഈ പ്രാർത്ഥന ദൈവം കേട്ടില്ല. ഇടയ്ക്ക് വെച്ച് വേറൊരാൾ ഇതുപോലെ പ്രാർത്ഥിച്ചു. ആരെന്നറിയുമ്പോൾ മോശെ. എനിക്കിനി ഇതുങ്ങളെ ഒരെണ്ണത്തെ എനിക്ക് നടത്താൻ. ഇടയ്ക്ക് പുള്ളി ചോദിച്ചു, ഞാനാണോ ഇതുങ്ങളെല്ലാം പ്രസവിച്ചത്? ഉപദേശിമാരുടെ കാര്യം തൊമ്മനയുമ്പോൾ ചാണ്ടി മുറുകുമ്പോൾ, അയ്യോ, അതും 600,000 ജനത്തെ പുള്ളി ഒറ്റയ്ക്ക് നടത്തി. പുള്ളിയുടെ പഴയ രീതി വെച്ചാണെങ്കിൽ എല്ലാ ആഴ്ചയിലും അടക്കം നടന്നേനും. എല്ലാ സൺഡേ ഒരടക്കവും ഒരു ഉഴുന്നുവടയും ഒരു വാളയും കൂടും ഒരു ബിസ്ക്കറ്റും കൊടുക്കേണ്ട ഗതികേട് ഉണ്ടായാലും.
കാരണം പുള്ളി ഒരുത്തനെ ഒറ്റ അടിക്ക് കൊന്നിട്ട് തന്നെത്താനെ 6 അടി കുഴിയെടുത്ത് പുള്ളി തന്നെ 90 സങ്കീർത്തനം വായിച്ച് കൊരിന്ത്യലേഖനം വായിച്ച് ഇല്ലായിരുന്നു എന്നാലും പറയുക. കൊരിന്ത്യലേഖനം വന്നില്ല എന്നാലും ഞാൻ പുള്ളി മുഴുവൻ വായിച്ച് മൂടി വെച്ചിട്ട് അടക്കാര നടത്തിയ പുള്ളിയാണ്. പുള്ളി എടുത്ത യുവരന്മാരെന്ന് പറയുന്നത്, ഞങ്ങൾ മന്ന തന്നില്ലേ, ഇറച്ചി തന്നില്ലെങ്കിൽ വെള്ളം തന്നില്ലേ. പുള്ളി എന്ത് ഹല്ലേലൂയ. ക്ഷമ കിട്ടിയവരെല്ലാം ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. 40 വർഷം എടുത്ത് സഹോദരി ഈ പുള്ളിയെ ഈ പരുവത്തിനാക്കാൻ. എത്ര? 40 കൊല്ലം എടുത്ത്. ഈ പഴയ രീതി വെച്ച് സഭയാർജ് കൊടുക്കാൻ നോക്കുമോ? സ്തോത്രം. അമ്പറ്റിയൊക്കെ പുള്ളി ഒറ്റ അടിക്ക് പൊളിച്ച് കൈ കൊടുക്കും. 30 വർഷം മെരുക്കിയെടുത്ത് മരുഭൂമിക്കകത്തൂടെ പണിതെടുത്ത് ഒരിക്കലും പുള്ളി പറഞ്ഞ ഈ ഇത്രയും പേര് എന്നോട് ചോദിക്കുന്നു, ഞങ്ങൾക്ക് ഇറച്ചി ആര് തരും? ഇവന്മാർ ഇടയ്ക്ക് പറയാം, ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ എവിടെ ഇരുന്നേ? അടുത്തിരുന്നു, കഴിക്കാനല്ല, ഇളക്കാൻ. അവിടെ ഇരുന്ന് ഇളക്കോടെ ഏത് പോത്തെ മാനെ ഒക്കെ ഇളക്കുന്നുണ്ട്. ഉപ്പ് നോക്കാൻ പോലും മണമടിച്ചു. അങ്ങനെ അടിമയ്ക്ക് ഇതിനകത്തുനിന്ന് ഒരു കഷണം എടുത്ത് കഴിച്ചാൽ അവന്റെ കാര്യം കുറെ ചാട്ടം കൊണ്ട് നിൽക്കും ഒരുത്തൻ ഇളക്കുന്ന കൂട്ടത്തിൽ. പറ്റുമോ? ഇവന്മാര് കഴിച്ചെന്തോന്നറിയാമോ? ചുറ്റുള്ളി, ചുവന്നുള്ളി, സവോള, പിന്നെ വെളുത്തുള്ളി. അല്ലെങ്കിൽ സംഖ്യാപുസ്തകം എഴുതിയിട്ടുണ്ട്. പക്ഷെ പറയുന്നത് എന്തുവാ? ഞങ്ങള് ഒരു കഷണം കേട്ടിട്ടില്ല, ഒന്നും കിട്ടി. പക്ഷെ ഇവിടെ വരുമ്പോൾ അഹങ്കാരം മൂത്ത് ഞങ്ങൾ അവിടെ അരച്ചു, ഞങ്ങൾ വെള്ളം തന്നോണം. എൻ്റെ മോശയുടെ ഇങ്ങേര് പേടിച്ചു പറഞ്ഞു, ദൈവത്തോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഒരു വഴി. തമ്പുരാൻ പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ അവർക്ക് ഇറച്ചി കൊടുത്തു. കാടപ്പക്ഷി ഓരോരുത്തരുടെ കൂടാരത്തിൽ നിന്ന് പെറുക്കത്തക്കവണ്ണം ദൈവം അവർക്ക് വഴികളെ തുറന്നു കൊടുത്തു. പെറുവിറുക്കരുത്. അല്പം കുറവെന്നാലും നീ പെറുവിറുക്കരുത്. നിന്നെ വിളിച്ച ദൈവം നിന്റെ വീട്ടിനകത്ത് വഴികൾ തുറന്നു തരാൻ ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം. ഇന്ന് അനുഭവിക്കുന്ന കയ്പോ ഞെരുക്കങ്ങളോ പേടിക്കരുത്. ദൈവം നാളെയുടെ നീളയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് വേണ്ടി വഴികൾ തുറക്കും. നിന്റെ തലമുറയ്ക്ക് വേണ്ടിയാണോ ഭാരപ്പെടുന്നത്? ഇന്ന് രാത്രി ദൈവം വഴി തുറക്കാൻ പോകില്ല. ശ്രേഷ്ഠമായ വഴി ദൈവം തുറക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവം മകൾ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട് എലിയാവിനെ ദൈവം ധൈര്യപ്പെടുത്തി. എഴുന്നേറ്റ് ഓടിച്ചു. സ്തോത്രം. വാക്കുകേട്ട് ഭയന്നു പോയി, ഭീതിയായിപ്പോയി. 56-ാം സങ്കീർത്തനത്തിലെ 3-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. ഒന്ന് വായിച്ചിട്ട് പ്രാർത്ഥിച്ചേക്കാം. ഒന്ന് വായിച്ചു. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിൽ ആശ്രയിച്ചാൽ നിന്റെ ഭയത്തിന് നടുവിൽ നിന്നെ താങ്ങി നടത്തുന്ന ഒരു കർത്താവുണ്ട്. ദാവീദ് ഒത്തിരി പേടിച്ചു. ഗത്തിന്റെ ആൾ ഫെലിസ്ത്യരെല്ലാം കൂടെ ഗത്ത് രാജാവിന് മുമ്പിൽ കൊണ്ട് പൂട്ടിക്കെട്ടി. ഗത്ത് രാജാവ് ചോദിച്ചു, ആക്കീശ് ചോദിച്ചു, ഇവിടെ പ്രാന്തന്മാരില്ലായിട്ടാണ് ഇവിടെ കൊണ്ട്? എടാ, ഇവിടെ ഇഷ്ടം പോലെ ആരുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ വേറൊരുത്തനെ കൂടെ. പുള്ളി ഞെട്ടിപ്പോയി. കാരണം ഒന്നാമത് ഫെലിസ്ത്യർ പുറകെ വരുന്നു. ഇസ്രായേലിൻ്റെ പ്രഥമ രാജാവ് ശൗല് തനിക്കെതിരെ, സ്വന്തം മകൻ അബ്സാലോം തനിക്ക് എതിര്, മൊത്തം എതിര്. രാജാവാണെങ്കിലും സിംഹാസനം ഇരിക്കാൻ പുള്ളിക്ക് ഒരു മിനിറ്റ് പോലും കിട്ടിയിട്ടില്ല. ഓട്ടടാ ഓട്ടം. അബ്ദുല്ല ഗുഹ, പാറക്കെട്ടുകൾ, മരുഭൂമി, എവിടെല്ലാം ഓടി ചെന്നിട്ട് ആക്കീശ് രാജാവിൻ്റെ അവിടെ ചെന്നപ്പോഴത്തേക്കും ഈ പുള്ളിക്ക് എല്ലാം കൂടെ പറഞ്ഞു, ഇത് നമ്മുടെ ഗോലിയാത്തിനെ കൊന്ന ദാവീദല്ലയോ? അന്ന് കന്യകുമാരെല്ലാം കൂടെ പാടിയില്ലേ, ദാവീദ് ശൗല് 1000 കൊന്നു, ദാവീദോ ഇത്
അവരല്ലേന്ന് പറഞ്ഞപ്പോൾ ആക്കീശ് അതങ്ങനെയാണെന്ന് പറഞ്ഞ് നോക്കി. ഇവൻ പേടിച്ചുടനെ പുള്ളി ഒരൊറ്റ അഭിനയം. എന്തോ അഭിനയിച്ചേ? താടി രോമങ്ങളെല്ലാം തുപ്പാൻ തുടങ്ങി, ഭിത്തിയാലെല്ലാം എഴുതാൻ തുടങ്ങി. അതാന്ന് തോന്നുന്നു നമുക്കൂടെ കിട്ടിയേക്കുന്ന അഭിനയം. സ്തോത്രം. ഭയങ്കരമായിട്ട് അഭിനയിച്ചു പുള്ളി. അഭിനയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി അപ്പം ആക്കി ചോദിച്ചു, പ്രാന്തന്മാർ പുള്ളിയിലാണ് ഓടാൻ പറഞ്ഞ് ഓടിച്ചു. ഓടിയ കൂട്ടത്തിൽ പുള്ളി 34 സങ്കീർത്തനം എഴുതി. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, എൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ. ഇന്ന് രാത്രി ദൈവമക്കൾ പറയാം, നീ പേടിക്കേണ്ട, നിനക്ക് വേണ്ടി ദൈവം വഴികളെ തുറക്കും. ഒത്തിരി പേടിച്ചു പോയി, ഒത്തിരി ഭയപ്പെട്ടു. പക്ഷേ ദാവീദിനെ ദൈവം ഉറപ്പിച്ചു. എതിര് നിന്നവരും ശൂലമെടുത്തവരും കുന്തമെടുത്തവരും തകർക്കുമെന്ന് പറഞ്ഞവരൊക്കെ പരാജയപ്പെട്ടു. ശൗലെ നോക്കെ സ്വന്തം വാളിനാൽ ഗിൽബോവായിൽ തകർന്നുപെട്ടു. ഒരമാലിക്കം വന്നു വെട്ടി. എതിരികളുടെ നടുവിൽ മൗനം പാലിച്ച് പ്രാർത്ഥിച്ച ദാവീദിനെ ദൈവം ഉറപ്പിച്ചു. ഇന്ന് രാത്രി ദൈവമക്കളോട് പറയാം, നീ പേടിക്കേണ്ട, പ്രതിസന്ധിയിൽ നിന്റെ കൂടെ എൻ്റെ കർത്താവ് ഉണ്ടായിരിക്കും. എല്ലാവരും കണ്ണടച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സമയം അല്പം അതിക്രമിച്ചു. വാക്കുകൾ കേട്ട് പേടിക്കണ്ട, നിന്നെ ഉറപ്പിക്കുന്നൊരു കർത്താവുണ്ട്. 1 മിനിറ്റ് ഒന്ന് എഴുന്നേൽക്കാമോ? ജീസസ്, ഹല്ലേലൂയ. കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാട്ട്. നിനക്ക് വേണ്ടി ദൈവം വഴി തുറക്കുന്ന രാത്രിയാണ്. ചൂടാബാരബൈതൽ പ്രമലഘടകസ്. ആരുമറിയാത്ത ശ്രേഷ്ഠകരമായ ഭോജനം നൽകി മാനിക്കാൻ എൻ്റെ ദാസനെ ദൈവത്തിൻ്റെ ആത്മ വിശ്വസ്തനെന്ന് ആത്മദൂത് പറയുന്നു. ശ്രേഷ്ഠമായ വഴി ഞാൻ തുറക്കും. പലപ്പോഴും ചിന്തിക്കാറുണ്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന്. അല്ല, നടുവിൽ ശ്രേഷ്ഠമായ വഴികൾ തുറന്ന് മാനിക്കും എൻ്റെ ദൈവം വിശ്വസ്തനെന്ന്. കോരേശ്യനോട് അരുളി ചെയ്യുന്ന പോലെ ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്രവാതിലെ തകർത്ത ഇരുമ്പോണമിൽ ഖണ്ഡിച്ച് ചില വഴികളെ തുറക്കുന്ന ദൈവം അത്രയും ആത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാണ്. ഏൽപ്പിച്ചു കൊടുത്ത എല്ലാവരും. ഓ ജീസസ്. ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല. ദോഷമായി ചേർന്ന് പാടിയാട്ട്. എൻ്റെ താതൻ ചെയ്യുക എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. അവൻ എന്നെ. നിന്നെ സ്നേഹിക്കുന്നൊരു കർത്താവ്, നിന്റെ ബന്ധങ്ങളോ ചർച്ചക്കാരോ ആരും നിന്നെ സ്നേഹിക്കുന്നെങ്കിലും നിന്നെ ആഴമായി സ്നേഹിക്കുന്ന ഒരു കർത്താവ് നിന്റെ അരികത്തുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി അല്പനിമിഷം ദൈവത്തിന്റെ ഭാഗത്തോട് യാത്ര ചെയ്യും. ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും. യേശുവിനാ ജീവൻ വച്ചി രക്ഷകനായി അന്ത്യ ജീവൻ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുക. പുത്തൻ വഴികൾ ദൈവാത്മാവ് വെട്ടി തുറക്കുകയാണ്. ജീവൻ വച്ചിടും അടയ്ക്കപ്പെട്ടു. പുത്തൻ വഴികൾ ദൈവാത്മാവ് തുറക്കുകയാണ്. അംശൽ പ്രമാണിയാതുരകലങ്ങൾ മാറായും ശൂർ മരുഭൂമിയും കഴിഞ്ഞാൽ മകളെ ഒരു എലീമിന്റെ വാതിൽ ദൈവാത്മാവ് തുറക്കുകയാണ്. ഈ രാത്രി വിശ്വസിച്ചു കൊള്ളുക. കുടുംബത്തിന്റെ അകത്തൊരു വലിയ വിടുതൽ നടക്കുന്ന രാത്രിയാണ്. ആർത്തൽ പ്രമാണിയാണ്. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി